ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഓഫീസ് ഗെയിമർ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണം ഗായ്സ്. അതുകൊണ്ട് നമുക്ക് രഘുവിനെ കാണാം. ഹലോ രഘു, എൻ്റെ വീടിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. എത്രയാകുമെന്ന് പറയുമോ? അത് പിന്നെ ഒരു 3000 രൂപയൊക്കെ ആകും. പെയിന്റിന് 3000, ടോട്ടൽ വന്നൊരു 10,000 ആകും. ശരി, ഇപ്പൊ പോയിട്ട് വരാം. അപ്പോൾ ഗായ്സ് രഘു നമ്മളെ കൊണ്ട് പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഗായ്സ്. നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ബീച്ചിൻ്റെ അവിടെ ഓട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, അത് പോയിട്ട് എടുത്തിട്ട് വരാം. നമ്മുടെ ജെറ്റാണ്, നമുക്ക് ലൈസൻസൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഭാഗ്യം ഗായ്സ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യ പൊളിച്ചിട്ടുണ്ട് ഗായ്സ്. നമുക്ക് വേഗം അങ്ങോട്ട് പോവാം ഗായ്സ്. ഗായ്സ് നമ്മൾ ഇതിൽ ഹെലികോപ്റ്ററിൽ വേഗം പറപ്പിച്ച് സ്പീഡിൽ വിടുന്നുണ്ട് ഗായ്സ്. നമുക്ക് അവിടേക്ക് ഒന്ന് പറപ്പിച്ചിട്ട് പോവാം ഗായ്സ്. ഓ താഴെ വീഴാണ്ട് സൂക്ഷിക്കണം ഗായ്സ്. ഓ നല്ല സ്പീഡിലാണ് ഗായ്സ് പോണ്. നമ്മുടെ പ്രാങ്ക്ലിനാകട്ടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഒപ്പിച്ചിട്ട് വരും ഗായ്സ്. ഗായ്സ് ഇതാണ് ഗായ്സ് നമ്മുടെ ഡെവറൻറ്റിൻ്റെ സ്ഥലം. ഇന്ത്യത്തെ ഡെവറൻറ്റ് സ്ഥലം എന്നൊക്കെയാണ് ഇതിൻ്റെ പറയുക. ഒരു ചെറിയൊരു സ്ഥലം. ഇവിടെ ഈ കുളം കളഞ്ഞാൽ തന്നെ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഓട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം ഗായ്സ്. നമ്മുടെ ഓട്ടോ ഗായ്സ് ഏകദേശം ഓട്ടോക്ക് 80,000 രൂപയായിട്ടുണ്ട് ഗായ്സ്. ഓ പോവാണെങ്കിൽ പോട്ടെ അവര്. ഓ ഗായ്സ് നമ്മൾ എത്താറായി. നമ്മുടെ വീട്ടിലേക്ക് പോകാൻ നമ്മുടെ വണ്ടി അവിടെ ഉപയോഗിച്ച് കിടക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ വണ്ടി അവിടെ ഉണ്ടാവും. ഓ ഗായ്സ് 6 GB കളറാക്കി തന്നതൊക്കെ ചേക്കന് 5 ലക്ഷം, ഒരു 5 ലക്ഷം 3 ലക്ഷം എത്രയോ പറഞ്ഞു. അയച്ചു കൊടുക്കുക ഗായ്സ്. ഗായ്സ് നമ്മളുടെ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. ആൻഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മെയിനായിട്ട്. അപ്പോൾ നമ്മുടെ രഘു പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ട് ഗൈസ്. ഇയാളാണ് പറഞ്ഞത്. ഏട്ടാ നിങ്ങളാണ് എന്തോ പ്ലാന് ചാലഞ്ചൊക്കെ ഉണ്ട് പറഞ്ഞ 6 ലക്ഷത്തിന്. അതേടോ ഒരു 5 ലക്ഷം 4 ലക്ഷത്തിന് ഒരു വണ്ടി വാങ്ങി 5 ലക്ഷത്തിന് വിറ്റാൻ ഞങ്ങൾ തരാം. ഒരു 6 ലക്ഷം രൂപ തരും. ശരി ചേട്ടാ, ഇന്ന് തന്നെ ഇടാം. പൈസ എനിക്ക് വേഗം തരണം ചേട്ടാ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് ഗായ്സ് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഫുള്ളൊക്കെ ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ കുറേ ഇട്ടുണ്ട്. പൈസ ആയി ഗായ്സ്. 550 നമുക്ക് 50,000 രൂപ ലാഭമുള്ളൂ ഗായ്സ്. ഓ ഗായ്സ് വെടിവെച്ച് കൊല്ലണം ഗായ്സ്. അതിന് വെടിവെച്ച് കൊല്ലണം ഗായ്സ്. നമ്മുടെ റോയ്സ് പോയി ഗായ്സ്. നമ്മുടെ ബാങ്കിൽ നിന്ന് ജപ്തി എടുത്തിട്ടാണ് ഗായ്സ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം അപ്പോൾ ഗായ്സ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബാഗാണ് ഗായ്സ്. ഓ ഗായ്സ് ഒക്കത്തിന് വെടിവെച്ച് കൊല്ലുമ്പോൾ എനിക്ക് ടൈമാകും തോന്നുന്നു ഗായ്സ്. ഓ ഗായ്സ് നമ്മൾ എല്ലാ വണ്ടീനെയും വീഴ്ത്തിയിട്ടുണ്ട് ഗായ്സ്. ഈ വണ്ടീനെ അതിന് മുട്ടിക്കണം ഗായ്സ്. ഓ ഗായ്സ് ഇനിയും വെറുതെ വേസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുമല്ലോ. വേണ്ട ഗായ്സ് നമ്മൾ വാങ്ങിയതല്ലേ, ഇനി കൊടുത്താൽ അതിൻ്റെ പകുതി പൈസയുള്ളൂ. നമുക്ക് അതിൻ്റെ ഒരു ചന്തം കണ്ടിട്ടിരിക്കുക ഗായ്സ്. ഗ്യാസ് കുട്ടിക്ക് ആയ ഒരു 15,000 രൂപ, പിന്നെ 20,000 രൂപ നമ്മൾ ഈ സ്റ്റിക്കി ബോംബിനൊക്കെ 20,000 രൂപയൊക്കെ ആയോ എല്ലാം വാങ്ങുമ്പോൾ. അങ്ങനെ കുറേ 10,000 രൂപ മറ്റേ ബോംബിന് വേണ്ടി വന്നു. നമ്മളെ കണ്ണുമ്പുറത്ത് വെച്ച് പൊട്ടിച്ചാൽ നമ്മൾ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അവനെ പോയിട്ട് പൈസ വാങ്ങാൻ, അവനല്ല ഈ കളവൻ്റെ അടുത്ത് പോയിട്ട്. ഓ ഗായ്സ് നമുക്ക് ഈ കളവൻ്റെ അടുത്ത് KTM പോകാൻ. നമ്മുടെ KTM കാട്ടിത്തരാം ഗായ്സ്. അങ്ങനെ അപ്പൂപ്പ ഞങ്ങൾക്ക് പൈസ അയച്ചതാ. എത്രയാണ്? 6 ലക്ഷം അല്ലേ? 5 ലക്ഷമാ മോനെ. പിന്നെ 5 ലക്ഷം രൂപ, പിന്നെ ഷോർട്ട്സ് ആയിട്ട് ഞാൻ 6 ലക്ഷം രൂപ തന്നി. അപ്പോൾ ഗായ്സ് അപ്പൂപ്പ നമുക്ക് 5 ലക്ഷം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.